അവിടെ നല്ലോണം തിക്കും തിരക്കും കാണുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ കടയിലേക്ക് ശ്രദ്ധിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ 99 രൂപക്ക് അൺലിമിറ്റഡ് എന്നുള്ളതും കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ഒരു കടയിലേക്ക് ചെല്ലുകയാണ്. മടനപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു കട ഉള്ളത്. ഒരു കാക്ക ചട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വലിയൊരു ചെമ്പ് ഈ ഒരു സ്റ്റാൻഡിലേക്ക് വേണം പിന്നീട് കയറ്റി വെക്കാനായിട്ട്. 100 കിലോന്റെ ചെമ്പാണത്. അത് പൊന്തിക്കാൻ തന്നെ ഒരു 5-8 ആൾക്കാർ വേണം എന്നുള്ളതൊക്കെയാണ് പ്രത്യേകത. കുഷ്ക എന്ന് പറയുന്ന സംഭവം ഇവിടെ ഉണ്ട്. കുഷ്ക എന്ന് പറയുന്നതിന് നമ്മുടെ നാട്ടിൽ റൈസ്, കാല് ബിരിയാണിയുടെ റൈസിനാണ് ഇവിടെ കുഷ്ക എന്ന് പറയാം. കുഷ്ക ആണെങ്കിൽ 49 രൂപക്കും പിന്നെ ബിരിയാണി ആണെങ്കിൽ 99 രൂപക്കും അൺലിമിറ്റഡ് ആയി കഴിക്കാം എന്നുള്ളതാണ് പ്രത്യേകത. ഇളക്കി മറിച്ചുകൊണ്ടിരുന്ന 100 കിലോന്റെ ചെമ്പ് പിന്നീട് ദമ്മിടുകയാണ് ചെയ്തത്. പിന്നീട് ഒരു 50 കിലോന്റെ ചെമ്പും കൂടിയും വെക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കാമല്ലോ ഈ കടയിൽ എത്തുമ്പോൾ എന്തുമാത്രം തിരക്കുണ്ട് എന്നുള്ളത്. അങ്ങനെ രണ്ടാമത്തെ ചെമ്പിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ഉള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്പ് ഇപ്പോൾ ഒന്ന് ദമ്മിടാൻ വേണ്ടിയിട്ട് അങ്ങനെ അടി കത്തിച്ച് മേലൊന്ന് ദമ്മാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നീട് ഈ ചെമ്പിലേക്ക് അവരുടെ ഹെൽപ്പറായിട്ടുള്ള ഒരാൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്ന കാഴ്ചയാണ്. ഒന്ന് കുറുകുന്നത് വരെ ഇളക്കാൻ വേണ്ടിയിട്ടാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ദം പൊട്ടിക്കുന്ന പരിപാടിയിലേക്ക് കടക്കാമെന്നും പറഞ്ഞിട്ട് അവർ ആ ഒരു ഷീറ്റൊക്കെ എടുത്ത് മാറ്റുകയാണ്. ഗ്യാസ് അടുപ്പിലാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സൈഡിൽ നിന്ന് തീ പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഷീറ്റൊക്കെ വെച്ചിരുന്നത്. പിന്നീട് ഒരു വെള്ളത്തിൻ്റെ ബക്കറ്റാണ് അതിൻ്റെ മേലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അരിയൊക്കെ തന്നെ രണ്ടാമത് ദമ്മിടുന്ന ആ ഒരു ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ട്. എല്ലാം തന്നെ ഉണ്ടാക്കുന്നത് നമ്മുടെ കൺമുന്നിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വിശ്വസ്തതയാണ് ഈ ഫുഡ് കഴിക്കാൻ അനുഭവപ്പെട്ടത്. അങ്ങനെ നമ്മുടെ ദമ്മ് പൊട്ടിക്കുന്ന പ്രൊസീജിയറിലേക്ക് കടന്നിട്ടുണ്ട്. വലിയ ചെമ്പാണ്. ആ ചെമ്പ് കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും വലിയ ചെമ്പ് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഉള്ള സ്റ്റാഫിനെ കൊണ്ട് പൊക്കാൻ കഴിയാത്തത് കൊണ്ട് വന്ന ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. ഈ കാണുന്ന ആളുകളൊക്കെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ടോക്കൺ എടുത്ത് ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും 2-3 പേര് ഹെൽപ്പിങ്ങിനായിട്ട് ചെന്നെങ്കിലും അവരെ കൊണ്ടും പറ്റുന്നില്ല. അങ്ങനെ ഞാനും വീഡിയോ എടുക്കൽ അവസാനിപ്പിച്ച് അവരെ കൂടെ കൂടി കൊടുത്ത് ഒന്ന് പൊക്കി ഹെൽപ്പിംഗ് ചെയ്ത് കൊടുത്തു. ഞാൻ ചെന്നു ഒന്ന് തൊട്ടു എന്ന് മാത്രം. പൊക്കിയതെല്ലാം അവരാണ്. പരിപാടി കഴിഞ്ഞതും പണ്ടാരിയുടെ മകന് ഡിഡിന്ന് പ്ലേറ്റും കൊണ്ട് വരുന്നുണ്ടായി. ഡിസ്പോസിബിൾ പ്ലേറ്റും അതുപോലെ ഇവർക്ക് പാർസലിനൊക്കെ വേണ്ടിയിട്ടുള്ള കണ്ടെയ്നർ ബോക്സുകളൊക്കെയാണ് അവൻ കൊടുക്കുന്നത്. അങ്ങനെ അവൻ എന്ത് ചെയ്ത് അതിങ്ങനെ അടിയിൽ നിന്നും റൈസും പീസും മാറ്റുന്ന ഒരു കാഴ്ചയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിലേക്ക് നിന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ടോക്കൺ എടുത്തത് ഇവിടുന്ന് കഴിക്കാനായതുകൊണ്ട് തന്നെ പണ്ടാരി എന്നോട് പറഞ്ഞു നീ അവിടെ പോയിട്ടിരുന്നോ എന്നുള്ളത്. ഏറ്റവും വലിയ രസം 1.5 മണിക്കൂർ പോയത് അറിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടെ വന്നത്.